വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. പൈത്തണിൻ്റെ ഒരു പുതിയ ഷോർട്ട് വീഡിയോസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ നമ്മൾ ഒരു ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓൾജിബ്രിക് ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തു. എന്നാൽ ഞാൻ പറഞ്ഞു, ഒരു ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രിൻറ്റ് സർട്ടൻ വിത്തിൻ എ സ്ട്രിങ്. ബട്ട് ദർ ആർ സം തിങ്സ് വിച്ച് യു മേ നോട്ട് യൂസ് ദ സ്ട്രിങ്. ഓൾജിബ്രിക് ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഡിഡ്ന്റ് നീഡ് ടു യൂസ് ദ സ്ട്രിങ്. എക്സാമ്പിൾ, പ്രിൻറ്റ് 2 plus 2, 2 plus 1. You will get the output as 3. കാരണം Python read this 2 and 1 as integers and this operation as plus. So 2 plus 1 പ്രിൻറ്റ് ചെയ്യാനാണ് പൈത്തണിനോട് പറഞ്ഞിരിക്കുന്നത്. So you will get the answer as 3. Now what about print within a string 2 plus 1? If that happens, you will get the output as 2 plus 1. കാരണം സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടിരിക്കുന്ന ഒബ്ജക്ട്സ് എല്ലാം നമ്മൾ അതിനെ ഒബ്ജക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനെ നമ്പേഴ്സ് ആയിട്ടോ അതിനെ വേറെ എന്തെങ്കിലും മീനിങ് അല്ലെങ്കിൽ അതിനെ ഓൾജിബ്രിക് ഓപ്പറേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ അതൊരു ഒബ്ജക്റ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പൈത്തൺ ആ ഒബ്ജക്റ്റിനെ അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. വേറൊരു എക്സാമ്പിൾ, പ്രിൻറ്റ് 22/7. You will get the answer 22/7. അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ പ്രിൻറ്റ് വാട്ട് അബൌട്ട് പ്രിൻറ്റ് വിത്തിൻ ദ സ്ട്രിങ് 22/7. If this happens, you will get the output as 22/7. So പ്രിൻറ്റിൻ്റെ അകത്ത് നമ്മുടെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അരിത്മെറ്റിക് ഓപ്പറേഷൻസിൻ്റെ അകത്ത് നമുക്കതിനെ ഒരു സ്ട്രിങ് ആയിട്ട് തന്നെയാണ് കാണിക്കേണ്ടതെങ്കിൽ വി യൂസ് ഐദർ സിംഗിൾ കോട്ട് ഓർ ഡബിൾ കോട്ട്സ്. ഓക്കെ, സോ പ്രിൻറ്റിൻ്റെ അകത്ത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് വിൽ വർക്ക്. സോ ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ തിങ്. ഇനി പ്രിൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. സോ യൂസിങ് ദിസ് പ്രിൻറ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 2 plus 2 ഈസ് നമുക്ക് 4 എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, ഞാനത് 2 plus 2 ഇങ്ങനെ കൊടുത്തു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം സ്ട്രിങ് ആയിട്ടും ഈ 2 plus 2 ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ ആൻസറും കൂടാണ് നമുക്ക് കിട്ടേണ്ടത്. നാച്ചുറലി അങ്ങനെയാണ് കിട്ടേണ്ടത്. ബിക്കോസ് സ്ട്രിങ്ങിൽ കൊടുക്കാത്തതെല്ലാം നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പൈത്തൺ ഓപ്പറേറ്റ് ചെയ്യും. ഹിയർ this is not at all possible. Okay, so how we do this? നമുക്കിവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റിയത്, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇവിടം വരെ പൈത്തണിന് മനസ്സിലായി ദിസ് ഈസ് എ സ്ട്രിങ്. ഇതിന് ശേഷം 2 plus 2 സ്ട്രിങ്ങിൻ്റെ അകത്തല്ല. സോ there are 2 types of objects here. One within a string, one within not a string. So ഇത് രണ്ടും കൂടെ സൈമൾട്ടേനിയസ്ലി ഓപ്പറേറ്റ് ചെയ്യാൻ പൈത്തണിന് അറിയില്ല. So you have to separate them. So 2 plus 2 is within the string and use comma to separate them. 2 plus 2. Here ഈ 2 plus 2 വരെയുള്ള വരെയുള്ള ഈ ഒബ്ജക്റ്റ് സ്ട്രിങ്ങിൻ്റെ അകത്ത് പൈത്തണിന് മനസ്സിലായി. ഈ 2 plus 2 അത് ഓൾജിബ്രിക് ഓപ്പറേഷൻ വെച്ചിട്ട് അത് കൂട്ടിയപ്പോൾ 4 തന്നെ കിട്ടി. സോ 2 plus 2 is equal to 4 എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് കിട്ടി. സോ ഇങ്ങനെ വ്യത്യസ്ത തരം ഒബ്ജക്ട്സിനെ സൈമൾട്ടേനിയസ് ആയിട്ട് ഒറ്റ സ്ട്രിങ് വെച്ച് തന്നെ ഒറ്റ പ്രിൻ്റ് ഔട്ട്പുട്ട് വെച്ച് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ബട്ട് യു ഹാവ് ടു സെപ്പറേറ്റ് ദം. ഓക്കെ, ഇത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കണം. ഇതെല്ലാം നമുക്ക് വേറെയും ചെയ്യാം. പ്രിൻറ്റ് al is 2 plus 2. ഇങ്ങനെ ചെയ്താൽ എന്താ ഔട്ട്പുട്ട് കിട്ടും? സോ ഹിയർ ഓൾസോ ദേഴ്സ് എ പ്രോബ്ലം. എന്താണ് പ്രോബ്ലം? നമ്മളിവിടെ വ്യത്യസ്തമായ ഒബ്ജക്ട്സിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തല്ലോ. അൽ ഈസ് 2 plus 2.
ഇവിടെ പൈത്തണിന് ഈ AL എന്ന് പറയുന്നത് മനസ്സിലായി, വിച്ച് ഇസ് എ സ്ട്രിങ്, യു ഹാവ് ടു ഷോ ദ ഔട്ട്പുട്ട്. പക്ഷെ അതിനുശേഷം സെപ്പറേറ്റ് ചെയ്ത ഈസ് എന്ന് പറഞ്ഞതിനെ പൈത്തണിന് മനസ്സിലായില്ല. ഓക്കെ, സോ ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ഇതൊരു പൈത്തൺ ഒബ്ജക്റ്റ് അല്ല. ഇത് പൈത്തൺ ഒബ്ജക്റ്റ് അല്ലാത്തതിൻ്റെ കാരണം ദിസ് ഈസ് നോട്ട് എ സ്ട്രിങ്, വിത്തിൻ എ സ്ട്രിങ് അല്ല, ഇതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അല്ല. ഈസ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വെച്ച് ചെയ്യാൻ പറ്റില്ല. സോ Python cannot operate it. So print al is നമുക്ക് 2 + 2 എന്ന് കൊടുക്കാം. What about now? You get the output. Al is 4. Okay. So these kind of things can be done using Python. നമുക്ക് പല തരത്തിലുള്ള വ്യത്യസ്തമായ ഒബ്ജക്ട്സുകളെ നമുക്ക് ഒറ്റ പ്രിന്റിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. ന്യൂമറിക്കൽ ഒബ്ജക്ട്സ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഡിഡ്ന്റ് ഹാവ് ടു യൂസ് സ്ട്രിങ്സ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് സ്ട്രിങ്സിൻ്റെ അകത്തെ ഒബ്ജക്ട്സും ഓൾജിബ്രൈക് ഓപ്പറേഷൻസും കൂടെ സൈമൾട്ടേനിയസ്ലി ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് 2 ഓപ്പറേഷൻസ് അങ്ങനെ ചെയ്യാം, പ്ലസ് ആൻഡ് സ്റ്റാർ. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രിൻറ്റ് ഞാൻ മാത്തെന്ന് കൊടുത്തു, പ്ലസ് സ്ട്രിങ്ങിൻ്റെ അകത്ത് ഈസ് എന്ന് കൊടുത്തു, പ്ലസ് സ്ട്രിങ്ങിൻ്റെ അകത്ത് ബ്യൂട്ടിഫുൾ എന്ന് കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? അതിൻ്റെ ഔട്ട്പുട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് എഴുതിയിട്ടുള്ള ഒരു സാധനമാണ് മാത്ത് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് സ്ട്രിങ്സിൻ്റെ അകത്ത് പ്ലസ് കൊടുത്താൽ ആ സ്ട്രിങ്സിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് പൈത്തൺ ഔട്ട്പുട്ട് കാണിക്കുന്നത്. സോ വി വിൽ ഡിസ്കസ് വൺ മോർ എക്സാമ്പിൾ. പ്രിൻറ്റ് plus what about this? ഇതിൻ്റെ ഔട്ട്പുട്ട് മാത്തമാറ്റിക്സ് തന്നെ. സോ ദിസ് ഈസ് ദ തിങ്. വാട്ട് അബൌട്ട് പ്രോഡക്റ്റ്? പ്രിൻറ്റ് ഞാൻ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഐ, സ്റ്റാർ 5, you will get I 5 times repeatedly. Okay, so സ്ട്രിങ്ങും നമുക്കൊരു നമ്പറുമായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. Print what about 2 strings? Python cannot be operated. So 2 സ്ട്രിങ്സ് തമ്മിൽ സ്റ്റാർ വെച്ച് ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല, ബട്ട് ഒരു സ്ട്രിങ്ങും ഒരു നമ്പറും തമ്മിൽ സ്റ്റാർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് സ്ട്രിങ്ങുകൾ തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് ഒരു സിംഗിൾ ഒബ്ജക്ട്സ് ആയിട്ട് മാറ്റാനും പറ്റും. സോ സ്ട്രിങ്സുകളെ ഓൾജിബ്രൈക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നില്ല, ഇങ്ങനൊരു പോസിബിലിറ്റിയും കൂടെ അതിനുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക.